ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു വർക്ക് ഫ്രം ഹോം ഡേ കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മോർണിംഗ് കോളൊക്കെ കഴിഞ്ഞ് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ഇരിപ്പിൽ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ അങ്ങ് നീങ്ങും. അല്ല, അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫോണൊക്കെ നോക്കി രണ്ടാമതിരിക്കാൻ ഒരു മടിയായിരിക്കും. വീട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് എടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ബ്ലെയിം ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ 10 മണിയാകുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റും സാമ്പാറാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിനും കൂടെ കണക്കാക്കി. ഇപ്പോൾ ചാർലി സോഫയിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അവന് ചെറിയാനൊരു പ്രത്യേക ഒത്തുവരിക. പിന്നെ അവൻ്റെ മീത്ത് പോയി കുറച്ച് നേരം കിടന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെച്ച് കുറച്ച് സമയം അങ്ങനെ ചിലവഴിക്കും. പിന്നെ ഏകദേശം ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ വീണ്ടും വർക്കൊക്കെ ചെയ്തു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് ചാർലീനെ വോക്കിന് വേണ്ടി കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ആ ഒരു ടൈമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-5:15 ആകുമ്പോഴാണ് അധികവും നമ്മൾ പോകുന്നത്. ഇവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല രസമായിട്ടോ. കുറേ സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല ഹോണിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഞാൻ സാമ്പാറാക്കിയിട്ടുണ്ടായിരുന്നത്, ആ സാമ്പാറാണ് കേട്ടോ ഇത്. പിന്നെ ചാർലിയുടെ ഫുഡും ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വെജ്ജീസാണ്. അപ്പോൾ ആ വെജ്ജീസിൻ്റെ കൂടെ ചോറ് കൊടുക്കും. പിന്നെ കർക്കിടകം തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉലുവക്കഞ്ഞി ആക്കാൻ തോന്നി. നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ ഉലുവക്കഞ്ഞി? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതിൻ്റെ സാധനങ്ങളാണ് അതൊക്കെ. പിന്നെ ഒരു ചോക്ലേറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വോക്കിൻ്റെ ടൈമായി. ഞാനും അവനും കൂടെ നടക്കാനിറങ്ങി. അപ്പാർട്ട്മെൻറ്റിലൂടെ കുറച്ച് നടക്കും. അത് കഴിഞ്ഞ് പുറത്തും പോകും കേട്ടോ ഞങ്ങൾ. പിന്നെ അവൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് സമയം അവന് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ നടത്തിക്കും വൈകുന്നേരം. പിന്നെ ആ ഒരു നടത്തമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആശാൻ കിടന്ന് ഉറങ്ങിക്കോളും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.